രണ്ടു പിഞ്ചു പൈതങ്ങളെ തരിച്ചാക്കിയിട്ടാണ് അവരുടെ അച്ഛനും അമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് മരിയ റോസിനെ വീട്ടിൽ പ്രത്യേകമായിട്ടൊരു സാഹചര്യത്തിൽ കാണപ്പെടുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രാത്രി 10 മണിയാകുമ്പോഴേക്കും മരണം ഉറപ്പിച്ചു. അവർ ഈ ലോകത്തോടിനോട് വിട പറഞ്ഞിരുന്നു. അവർ സ്വയം ജീവനൊടുക്കിയതാണ്. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ ഭർത്താവ് സ്വകാര്യ ഹോസ്പിറ്റലിലെ ഒരു എക്സ്റേ എടുക്കുന്ന റൂമിൽ പോയിട്ട് അദ്ദേഹവും തന്റെ ജീവൻ കളയാണ്, ജീവൻ എടുക്കുകയാണ്. ഈ 2 പൈതമക്കളുടെ കാര്യം എന്തെന്നോ ഇനി പൈതമക്കൾക്ക് ആരാണ് ഉള്ളത് എന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. പൊടുന്നനെ അവർ ജീവൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ജീവൻ അവസാനിപ്പിച്ചു പോയതിന്റെ പേരിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമായോ? ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് യാതൊരു രീതിയിൽ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. വാർത്തകൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഭാര്യ ജീവനൊടുക്കി, അത് കണ്ട ഭർത്താവ് അദ്ദേഹവും നേരം പുലരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്ത രീതിയിലാണ് അദ്ദേഹത്തിനെയും ഹോസ്പിറ്റലിൽ കാണാൻ പറ്റിയത്. 3 വർഷം മുന്നെയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. 3 വർഷം മുന്നേ പ്രണയ വിവാഹമായിരുന്നു. പ്രണയവിവാഹം നടന്നതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണോ അതല്ല, 28 ദിവസം പ്രായമായ ഒരു കുഞ്ഞുണ്ട് ഈ സ്ത്രീക്ക്. അപ്പോ പ്രസവശേഷം പല ആളുകൾക്കും പല സ്ത്രീകൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണോ ഒന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ആ 2 പൈതമക്കളെ തരിച്ചാക്കിയിട്ട് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ആ ഭാര്യ ഭർത്താക്കന്മാർ. ഈ എന്തിന്റെ പേരിലാണെങ്കിലും കുറച്ചൊക്കെ നമുക്കൊരു സ്വബോധമുണ്ട് എങ്കിൽ ഈ 2 പൈതമക്കളെ തരിച്ചാക്കിയിട്ട് ഒരു മരണത്തെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ കുറച്ചൊക്കെ നമ്മൾ പക്വത കാണിക്കണം, അല്ലെങ്കിൽ തന്റെ ഇടം കാണിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കും. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രണയ വിവാഹങ്ങൾക്കൊക്കെ പിറകിൽ സംഭവിക്കുന്ന പല മരണത്തിന്റെയും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ കാരണം വല്ലാതെ റിസ്ക് എടുക്കുക, ആത്മാർത്ഥമായി റിസ്ക് എടുത്ത് ഒരാളൊരു പ്രണയത്തിന്റെ പിറകെ പോയി വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വല്ലാതെ വില കൊടുക്കേണ്ടി വരും എന്ന് പറയാം. ഒരിക്കലും ഈ ദാമ്പത്യ ജീവിതത്തിനൊക്കെ വല്ലാതെ റിസ്ക് എടുത്തിട്ട് ഒരാൾക്ക് പിറകെ അടിമയായി പോവരുത്, ടോക്സിക് ആവരുത്. ടോക്സിക് എന്ന് പറഞ്ഞാൽ താൻ പ്രണയിച്ച ആൾക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും അത് തന്നെ മതി എന്നൊക്കെ തീരുമാനിച്ചിട്ട് തെറ്റുകളെ ഒന്നും കാണാതെ പോസിറ്റീവായിട്ട് മാത്രം പരിഗണിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക. അതിനുശേഷം പല രീതിയിലുള്ള അബദ്ധങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളൊക്കെ കാണുമ്പോൾ അതിന്റെ പേരിൽ അസ്വസ്ഥരാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ മരണം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള മരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും വളരെ സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണ്. 2 പിഞ്ചു പൈതങ്ങളെ തനിച്ചാക്കിയിട്ടാണ് ഭാര്യ ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുന്നത്. അതായത് മരണത്തെ തെരഞ്ഞെടുത്തത് അവള്. എന്നാൽ ഭാര്യയുടെ മരണം താങ്ങവയ്യാതെ ഭർത്താവും സ്വന്തം ജീവനൊടുക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പിഞ്ചു പൈതമക്കളുടെ അവസ്ഥയാണ് നമുക്ക് മുന്നിൽ ചോദ്യചിഹ്നമാകുന്നത്. എന്താണെങ്കിലും അവരുടെ ആ മക്കൾക്ക് നല്ലൊരു ജീവിതം ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ മക്കളൊരു തെറ്റും ചെയ്തിട്ടില്ല, ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ, ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ആ ജീവിച്ചു തുടങ്ങുന്നതിന് മുന്നേ ജീവിതം അസ്തമിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് മുന്നിൽ വരാനുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിനെല്ലാം തള്ളി നീക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് തുഴയുമ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വരുമ്പോൾ മതി, ഇത്രയൊക്കെ മതി, വയ്യ, എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം വിലപ്പെട്ട ജീവനെ നാം കളയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിരിക്കും ഏറ്റവും നഷ്ടപ്പെട്ടവര്. എല്ലാം കൊണ്ടും ഈ ലോകവും അല്ലെങ്കിൽ മറ്റു ലോകവും പരലോകവും എല്ലാം നഷ്ടത്തിലായിരിക്കും. നമുക്ക് എല്ലാവർക്കും എല്ലാ സുഖങ്ങളും ഇങ്ങനെ കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു കുഴപ്പമില്ല, എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി എപ്പോഴും ഇങ്ങനെ വലിയ പ്രണയ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ഭാര്യ മാത്രമാണ് എന്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ ഭർത്താവ് മാത്രമാണ് എന്റെ ജീവിതം, അങ്ങനെയൊന്നും ഒരു ലൈഫ് ഇവിടെ ആർക്കും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ പ്രതീക്ഷിക്കുക. അങ്ങനെയൊന്നും ആർക്കും കഴിയില്ല. മനുഷ്യന്റെ സാഹചര്യം സന്ദർഭമൊക്കെ നോക്കിയിട്ടായിരിക്കും മറ്റുള്ളവരെ പരിഗണിക്കുക. അല്ലാതെ അങ്ങനെ 24 മണിക്കൂറും വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ അവസാനം വരെ ഒരേ പ്രണയമായിട്ടൊന്നും പോകാനൊന്നും കഴിയില്ലടോ. കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാര് കുട്ടികളായി കഴിഞ്ഞവര് മാതാപിതാക്കളായി. പിന്നെ അവര് വധുവരന്മാരല്ല, അവര് മാതാപിതാക്കളായി. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറും. അപ്പൊ അതിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ മാറ്റങ്ങൾ ഇല്ലായെങ്കിൽ ഇതുപോലെ പൊടുന്നനെ ജീവനെ അവസാനിപ്പിക്കുവാനും അതുപോലെ തന്നെ ടെൻഷൻ അടിക്കാനും സങ്കടപ്പെടാനും അല്ലെങ്കിൽ മാനസികമായിട്ടാകെ സംഘർഷത്തിൽ ഇരിക്കേണ്ട അവസ്ഥ നമുക്ക് വരും. അതിതൊക്കെ രക്ഷപ്പെടാൻ എല്ലാം എപ്പോഴും എങ്ങനെയും നഷ്ടപ്പെടാൻ അർഹതപ്പെട്ടവരാണ് നമ്മളൊന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ജീവിക്കാൻ ഒരു കുഴപ്പമില്ല. എന്താണെങ്കിലും ഇവിടെ ഈ പിഞ്ചു പൈതങ്ങളുടെ ഭാവി ജീവിതം
അവരുടെ ബാക്കിയുള്ളവരുടെ കയ്യിലാണ് ഇനിയുള്ളത്. ആ മക്കളുടെ അവസ്ഥ എന്താണെങ്കിലും ദൈവം സ്വീകരിക്കട്ടെ, ആ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ.